റോണിച്ചായ 2026 ദുബായ് റിയൽ എസ്റ്റേറ്റ് ഇടിയുന്നാ പറയുന്നത്. സോ ഇതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്നാ? ഇതൊക്കെ ആരാടാ പറഞ്ഞുണ്ടാക്കുന്നത്? ആക്ച്വലി ഇത് കണക്കുള്ള അലിഗേഷൻസ് ഇറക്കുന്ന ആൾക്കാർക്ക് ബേസിക് ആയിട്ടുള്ള നോളേജ് ഇല്ലാത്തതുകൊണ്ടാണ്. സോ നമ്മൾ ജസ്റ്റ് നമ്പേഴ്സ് നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ദുബായ് റിയൽ എസ്റ്റേറ്റ് ഇനിയും വളരും, ഇനിയും ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ മൂവ് ചെയ്യും. സോ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് ഞാൻ പറഞ്ഞുതരാം. കാരണം നമ്മൾ ഏതൊരു കൺട്രിയും ഏതൊരു സിറ്റിയും ഗ്രോ ചെയ്യുന്നുണ്ടോ നോക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ GDP നോക്കിയാണ്. സോ ദുബായിലെ GDP നോക്കുവാണെങ്കിൽ 6 to 7% ഗ്രോത്ത് ആണ് നമ്മൾ കാണുന്നത്. പിന്നെ ഒരു സിറ്റി വളരുന്നുണ്ടോ ഇല്ലയോ നമ്മൾ നോക്കുന്നത് അവിടുത്തെ പോപ്പുലേഷൻ ഗ്രോത്ത് ആണ്. സോ ദുബായിലെ പോപ്പുലേഷൻ നോക്കുവാണെങ്കിൽ അറൗണ്ട് 5 to 6% ആണ് ഈച്ച് ഇയർ ഇവിടുത്തെ ഗ്രോത്ത് കാണുന്നത്. സോ ഇപ്പം 2025 സ്റ്റാർട്ടിങ്ങിൽ ഇവിടുത്തെ പോപ്പുലേഷൻ അറൗണ്ട് 3.6 ആയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കറണ്ട് പോപ്പുലേഷൻ ഇന്നത്തെ നോക്കുവാണെങ്കിൽ മോർ ദാൻ 3.9 മില്യൺ ആയി. അറൗണ്ട് 300,000 ആൾക്കാരാണ് ഈ സിറ്റിയിൽ 5 മന്ത്സിനുള്ളിൽ വന്നിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈച്ച് ഡേ 1000 ആൾക്കാരാണ് ദുബായ് മാർക്കറ്റിലോട്ട് ഇങ്ങോട്ട് വരുന്നത്. സോ ഇതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ആൾക്കാർ പറയുന്നത് ഇവിടെ ഇഷ്ടംപോലെ ഓവർ സപ്ലൈ വരുമെന്നാണ്. 2026 ദുബായ് റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിൽ റിലീസ് ആവാൻ പോകുന്ന റെഡി പ്രോപ്പർട്ടീസ് അറൗണ്ട് 163,000 യൂണിറ്റ്സ് ആണ്. സോ ഇതിനകത്ത് അറൗണ്ട് 70 അല്ലെങ്കിൽ 60% മാത്രമേ ഹാൻഡ് ഓവർ ആവത്തുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 100,000 മാത്രമേ ഇവിടെ ഹാൻഡ് ഓവർ ആവത്തുള്ളൂ. സോ നമ്മൾ ഇവിടുത്തെ പോപ്പുലേഷൻ ഗ്രോത്തും ഈ ഹാൻഡ് ഓവർ ആവുന്ന പ്രോപ്പർട്ടീസും വെച്ച് നോക്കുവാണെങ്കിൽ ഇവിടെ ഷോർട്ടേജ് ആണ് വരുന്നത്. കാരണം ഇപ്പം ഒരു റെഡി പ്രോപ്പർട്ടി നോക്കുന്ന ഒരാൾക്കറിയാം എന്ത് പാടാണ് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടി കിട്ടാൻ വേണ്ടിയെന്ന്. സോ ഈ യൂണിറ്റ്സ് എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. ഇവിടുത്തെ പോപ്പുലേഷൻ ഗ്രോത്തും ഇവിടുത്തെ സപ്ലൈയും തമ്മിൽ ഇഷ്ടംപോലെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഡിമാൻഡ് വളരെയധികം കൂടുതലാണ്. പിന്നെ വേറൊരു മേജർ ഫാക്ടർ ഉണ്ട് ദുബായ് റിയൽ എസ്റ്റേറ്റ് ഇനി ബൂം ആവാൻ കാരണം ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ്, അതും വെറും ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് അല്ല, ഗ്രീൻഫീൽഡ് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റിൽ അറൗണ്ട് 1117 കമ്പനീസ് ആണ് ദുബായിൽ വരാൻ പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിനാഷണൽ കമ്പനീസ് അവരുടെ വെയർ ഹൗസും അവരുടെ ഓഫീസുകളും ദുബായിൽ കൊണ്ടുവന്ന് ബിൽഡ് ചെയ്യാൻ പോവാണ്. ഇതിനൊക്കെ കാരണമുണ്ട്. കാരണം ദുബായ് ഗവൺമെന്റ് അത്രത്തോളം വിഷനുള്ള ഒരു ഗവൺമെന്റ് ആണ്. സോ അതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ ഇവിടെ വന്ന് അവരുടെ കമ്പനീസ് സെറ്റപ്പ് ചെയ്യുന്നത്. അത് മാത്രമല്ല ദുബായിൽ ഒരു രൂപ പോലും ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. കോർപ്പറേറ്റ് ടാക്സ് ആയാലും വെറും 9% ആണ്. എൻ്റയർ വേൾഡിൽ നോക്കുവാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ടാക്സ് ആണ് കൊടുക്കുന്നത്. സോ ഈ ഒരു സേഫ്റ്റിയും ഇത് കണക്കുള്ള ടാക്സ് ഹെവനും എല്ലാം വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ദുബായ് ഇനി ഇഷ്ടംപോലെ ഗ്രോ ചെയ്യാൻ പോവാണ്. സോ ഇതിലൂടെ തന്നെ ഇഷ്ടംപോലെ ജോബ് ക്രിയേഷൻസ് വരും. അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള ആൾക്കാരെല്ലാം ദുബായിലോട്ട് ഇനി മൂവ് ചെയ്യും. സോ ഇനിയെങ്കിലും ഇത് കണക്ക് മാർക്കറ്റ് ഇടിയും എന്ന് പറയുന്ന ഒരാൾക്ക് ജസ്റ്റ് ചോദിക്കുക എന്തുകൊണ്ടാണ് മാർക്കറ്റ് ഇടിയാൻ കാരണം. സോ അത് കണക്കുള്ളൊരു ക്ലിയർ ഇത് കണക്കുള്ളൊരു വെരിഫിക്കേഷൻ തരുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ആൻസർ തരുവാണെങ്കിൽ നമുക്ക് ഓക്കെ. അല്ലാതെ ചുമ്മാതെ ഇത് ഇത്രയും സപ്ലൈ വരുന്നുണ്ട്, ഇവിടെ ഇപ്പം ഇഷ്ടംപോലെ പ്രോപ്പർട്ടീസ് വരും, അതുകൊണ്ട് മാർക്കറ്റ് ഇടിയും എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ്ലെസ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ്. സോ അതൊന്നും ഒരിക്കലും വകവെക്കാതിരിക്കുക. മനസ്സിലായോ?